കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 110 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്. ഇവിടെ 110 സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത യേശു കർത്താവിനെ പറ്റിയുള്ള ഒരു പ്രവചന ശബ്ദം കൂടെയാണിത്. യേശുവിനെ പറ്റി പ്രതിപാദിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രയോഗം ദാവീദ് നടത്തുന്ന. യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് പറയുന്നൊരു കാര്യം, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത്. അപ്പം യഹോവയാം ദൈവം പുത്രനായ കർത്താവിനോട് പറയുന്നൊരു പരാമർശം പോലെയാണ് ഈ വാക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്, അല്ലേ? അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് യേശുവിനോട് പറയുന്നതാണെങ്കിലും ഇത് നമ്മളുമായി ബന്ധപ്പെട്ട് ഈ വാക്യത്തെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും? നമുക്ക് വിരോധമായിട്ട് ഉയർന്നു വരുന്ന ശത്രുമണ്ഡലങ്ങളുണ്ട്. ഒരുപക്ഷെ അത് മാനുഷികമാകാം, അമാനുഷികമാകാം. പൈശാചിക ശക്തികളോ മാനുഷിക മേഖലകളോ പലപ്പോഴും നമുക്കെതിരെ ശക്തിയോടെ പൊന്തി വരുന്ന നമ്മുടെ ശുശ്രൂഷയോ ഉയർച്ചയെയോ നന്മയെയോ ഉദ്ധാരണത്തെയോ ദൈവപ്രവൃത്തികളെയോ തടുക്കുന്ന നിലവാരത്തിൽ പലപ്പോഴും നമുക്ക് വിരോധമായിട്ട് വരുന്ന ശത്രുമണ്ഡലങ്ങൾ ഉണ്ട്. എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒറ്റ വഴി അതിൻ്റെ പുറകിലുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ശത്രുവിൻ്റെ തലങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് തകർക്കുവാൻ തക്കവണ്ണം ഇടവരും. ഒരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നവരുടെ ജീവിതത്തിലെല്ലാം ശത്രുമണ്ഡലങ്ങൾ പ്രബലമായിട്ട് വന്നെങ്കിലും അതിൻ്റെ നടുവിലെല്ലാം ദൈവം തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടു കൂടെ ദൈവം അവരെ ബലപ്പെടുത്തിയ ഒരു ഭാഗത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ടല്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി കൈമാറുകയാണ്. ദൈവത്തിൻ്റെ വലത്തുഭാഗെ കാത്തിരുന്ന പുത്രന് ഒരു ജയം കർത്താവ് കൊടുത്തു എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആ പുത്രൻ്റെ മക്കളാകുന്ന നമുക്ക് ഒരു ജയം തരാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ശത്രു നമ്മുടെ മുൻപിൽ പ്രബലപ്പെട്ടാലും ഭാരപ്പെട്ടു പോകേണ്ട. സ്തോത്രം. അവൻ്റെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട്, അവൻ്റെ ചിന്തകളെ ഉടച്ചുകൊണ്ട്, അവൻ്റെ പ്രവർത്തികളെ ഖണ്ഡിച്ചുകൊണ്ട് ദൈവം നമുക്കൊരു ജയം നൽകി തരുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ശത്രുവിൻ്റെ പ്രതിസന്ധികളെ, ശത്രു ക്രിയേറ്റ് ചെയ്യുന്ന സാത്താന്യ തന്ത്രങ്ങളെ സകലത്തെയും തകർക്കുവാൻ കർത്താവ് നമുക്കൊരു ജയം നൽകുക തന്നെ ചെയ്യും. അതിനുവേണ്ടി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന കർത്താവേ, ശത്രുവിനെ അവൻ്റെ പാദപീഠമാക്കുവോളം കർത്താവ് നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്നുള്ള വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ശക്തികളെ കർത്താവ് തകർത്തുകൊണ്ട് ദൈവം ഞങ്ങൾക്കൊരു ജയം നൽകി അവിടെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്ന് ബലപ്പെടുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.